ഒരു ബാർബറായ നായകൻ തൻ്റെ കുപ്പത്തൊട്ടി ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പോലീസുകാർ ഇയാളെ മാക്സിമം ഒഴിവാക്കി വിടാൻ നോക്കുന്നെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാകുന്നു കുപ്പത്തൊട്ടി കിട്ടാതെ ഇയാൾ തിരിച്ചു പോവില്ല എന്ന്. അങ്ങനെ അവർ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നോൺ ലീനിയറായിട്ടും ത്രില്ലിംഗ് ആയിട്ടും കഥ പറയുന്ന ഒരു സിനിമയാണ് മഹാരാജ എന്ന് പറയുന്ന തമിഴ് സിനിമ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥൻ. കുരങ്ങുബൊമ്മയുടെ ഡയറക്ടറാണ്. അഭിനയിച്ചിരിക്കുന്നത് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, അതുപോലെ നടരാജ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആക്ടറുണ്ട് ഇൻസ്പെക്ടർ റോൾ ചെയ്തിരിക്കുന്നത്. ഇവർക്കെല്ലാം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ പെർഫോമൻസ് ഇവരുടെ എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഇമോഷണലിലേക്ക് കണക്ട് ചെയ്ത് ഇമോഷണലി ഒക്കെ സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയാണ്. നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. എല്ലാവരുടെയും കുറേ നല്ല ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. മുനിഷ്കാന്ത് ഒക്കെ ചെറിയ റോൾ, നേരത്തെ രാഷ്ട്രത്തിലൊക്കെ നല്ല ക്യാരക്ടർ റോൾ കിട്ടിയിട്ട് ഇതിൽ ചെറിയ റോൾ പോലെയൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ്, ഇവരുടെ എല്ലാം നല്ല പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സിനിമയാണ്. പക്ഷേ കാണാത്തതിന് കാണാമെന്ന് വെച്ചാൽ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ സൂപ്പർ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന സിനിമ പോലെയാണിതെന്ന്, ഒരു യുണീക്കായിട്ടുള്ളൊരു സിനിമ വെച്ചിട്ട് പറഞ്ഞ് ഇതുപോലെയാണതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം ക്ലൈമാക്സ് എന്തായിരിക്കാം എന്നുള്ളത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ മൊത്തം സ്പോയിലറാണ്. ഇത് ജസ്റ്റ് ഒരു ഇത് കിട്ടിയാൽ തന്നെ സ്പോയിലറായിട്ട് പോകുന്നൊരു സിനിമയാണ്. പക്ഷേ നല്ല ഒരു സിനിമ, സൂപ്പർ മൂവിയാണ്. അവസാനം വരെ ഒരു പിടി തരാതെ ഇരിക്കുന്ന സിനിമയാണ്. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് തുടക്കം ഞാൻ ഇങ്ങനെയൊന്ന് കേട്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സിനിമ വലിയ ട്വിസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെയുള്ള സിനിമകൾ ഇങ്ങനെ സ്പോയിലറായിട്ട് പറയാതെ നല്ലൊരു സിനിമ എന്നുള്ള രീതി പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇത്. സൂപ്പർ മൂവി എന്നുള്ള രീതി മാത്രം പറഞ്ഞു വിടുക. ഇതിപ്പോൾ കൊറിയൻ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ള രീതി പറഞ്ഞാൽ പോലും നമുക്ക് ഓക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വിടുക എന്നുള്ളത്. പക്ഷേ ഒരു സ്പെസിഫൈ ചെയ്ത് ഒരു സിനിമ എടുത്ത് പറയുമ്പോൾ ഒരാൾക്ക് ഉറപ്പായിട്ടും അതിനെ ആസ്വാദനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്പോയിലേഴ്സ് ഒഴിവാക്കി സിനിമകളെ പറ്റി പറയാൻ ശ്രമിക്കുക. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു സൂപ്പർ മൂവിയാണ്. കണ്ടു നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക.